ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പാർട്ട് ടൈം അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്ന ക്യാംഡൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റിലേക്കാണ്. ഇവിടെ അടുത്ത് തന്നെ, അതായത് ഇപ്പം ഞാൻ സെൻട്രൽ ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ഇപ്പം കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു അവിടെ ആണെങ്കിൽ പാർട്ട് ടൈം അവൈലബിലിറ്റി ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ റെസ്യൂമ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അതുപോലെ തന്നെ ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 50 പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ CV-യുടെ ആ 50 ഒന്ന് തീർക്കണം. മാക്സിമം കൊടുക്കാൻ പറ്റുന്നത്രോളം ഷോപ്പിലൊക്കെ കയറി നമ്മുടെ CV ഒക്കെ കൊടുക്കണം. അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തരാം. പിന്നെ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ടൂർ ഇട്ടപ്പോഴത്തേക്കും എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഞാൻ ഏത് കോഴ്സാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ചിൽ MA ഇൻ്റർനാഷണൽ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഇതൊരു 1 ഇയർ കോഴ്സാണ്. 1 ഇയർ കോഴ്സാണ്. അപ്പോൾ ചോദിച്ചത് കൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. മാക്സിമം എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഇപ്പോൾ കുറേ റൂളും കാര്യങ്ങളൊക്കെ മാറി. അങ്ങനത്തെ കുറേ പേര് ഡൗട്ട് അടിച്ചിരിപ്പുണ്ട്, UK വരണോ വേണ്ടിയോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കും. ഞാൻ എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചത്, എൻ്റെ ലോൺ എങ്ങനെയാണ് സാങ്ഷൻ ആയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഇപ്പോൾ ഏകദേശം ഞാൻ ക്യാംഡൻ മാർക്കറ്റ് ഇപ്പോൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ കുറേ സ്ഥലത്ത് ഇതാണ് നമ്മുടെ റെസ്യൂമി. ഈ സാധനം കൊടുത്ത് കുറേ പേരൊക്കെ ചെന്നപ്പോഴേ പറഞ്ഞു ഇവിടെ പാർട്ട് ടൈം അവൈലബിലിറ്റി ഒന്നുമില്ല, ഫുൾ ടൈം ആണേ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ചിലരുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓക്കെ CV താ എന്ന് പറഞ്ഞിട്ട് മേടിച്ച് വെച്ചു. ചിലരുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇപ്പോൾ ഇവിടെ അവൈലബിലിറ്റി ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ CV എന്ന ഇതൊക്കെ അപ്പോൾ എന്താ പറയുക, ഫ്യൂച്ചറിലേക്ക് ഇനി എന്തെങ്കിലും വേക്കൻസി വരുവാണെന്നുണ്ടെങ്കിൽ വിളിക്കാലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കറൻ്റ്ലി ഇപ്പോൾ തന്നെ സ്റ്റാഫ് അധികമാണ്. അപ്പോൾ വെറുതെ CV മേടിച്ച് വെച്ചിട്ട് അതൊരു ജസ്റ്റ് ഒരു ഹോപ്പ് തരുന്നത് പോലെ ആവും. അപ്പോൾ അതിനേക്കാളും നല്ലത് ആ ഒരു CV വേറെ എവിടെയെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവൈലബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇതാക്കാമല്ലോ. അങ്ങനെയും ചിലർ നമ്മളെ കൺവിൻസ് ചെയ്യും പാർട്ട് ടൈം ഇല്ല എന്ന് പറഞ്ഞു. സാരമില്ല, എന്താണേലും സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാം, എപ്പോഴെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ സെർച്ച് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ പോയത് ക്യാംഡൻ മാർക്കറ്റിലാണ്. എനിക്ക് ആക്ച്വലി അവിടെ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ നമ്മൾ നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ സാധനങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോകും. ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നു പോകുന്ന വഴി ഒരു പുള്ളിയുടെ സൈക്കിള് അവിടെ എന്താ പറയുക ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ആ ലോക്ക് കട്ട് ചെയ്തിട്ട് ആ സൈക്കിൾ എടുത്തിട്ട് പോയി. ഒരു 3 പേരുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഫോണും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അതുപോലത്തെ ഏരിയയിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഫോണൊന്നും പുറത്തെടുക്കാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത്. എന്താണേലും ഇനി നമ്മൾ പോകുന്നത് ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഒരു സ്ഥലമുണ്ട്. അതിവിടെ സെൻട്രൽ ലണ്ടനിൽ തന്നെയാണ്. സോഹോ അങ്ങനെ എന്തോ ആണ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്കാണ് ഇനി പോകേണ്ടത്. അവിടെ പോയി അവിടുത്തെ കടകളിലെല്ലാം കയറി ഇറങ്ങി ഇതുപോലെ നമുക്ക് റെസ്യൂമ് കൊടുക്കാം. പിന്നെ ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്നൊരു 2-3 ഷോപ്പിൽ നിന്ന് ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും വലിയ പ്രതീക്ഷയൊന്നും വെക്കൊന്നും വേണ്ട. ഒക്കെ കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെ റെയറാണ്, പ്രത്യേകിച്ച് പാർട്ട് ടൈമിനും കൂടെ ആയതുകൊണ്ട്. പക്ഷെ അത് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ കിട്ടാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കിട്ടത്തില്ല.
പ്രതീക്ഷയൊന്നും വെക്കണ്ട, ഇനിയും തപ്പുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം NI നമ്പറിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം NI നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് പാർട്ട് ടൈമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് പറ്റിയൊരു അബദ്ധം അതാണ്. NI നമ്പറിന് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി. കാരണം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന് ലാസ്റ്റ് അത് ഡിലേ ആയി. അപ്പോൾ നിങ്ങൾ അതുപോലത്തെ ഡിലേ ആക്കാണ്ടിരിക്കുക. മാക്സിമം നിങ്ങളെ കൊണ്ട് നേരത്തെ തന്നെ NI നമ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് മാക്സിമം പാർട്ട് ടൈം എത്രയും പെട്ടെന്ന് റെഡിയാക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കുക. എല്ലാം ഇപ്പോൾ റൂമൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, അത് കഴിഞ്ഞിട്ട് പാർട്ട് ടൈം നോക്കാം, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം NI നമ്പർ സെറ്റാക്കുക. അത് കഴിഞ്ഞിട്ട് അത് വരാൻ വേണ്ടിയിട്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 2 weeks 3 weeks ഒക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയും കണ്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, പാർട്ട് ടൈമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം ഞാൻ എന്തോ പറയാൻ വേണ്ടിയിട്ട് വന്നല്ലോ. ഇപ്പം നമ്മൾ പോകുന്നത് സോഹോയിലോട്ടാണ്. അവിടെ പോയി ഇതുപോലെ നമുക്ക് നമ്മുടെ CV കൊടുക്കാം. പിന്നെ ആദ്യമൊക്കെ ഒരു ചളുപ്പുണ്ടായിരിക്കും, നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും എന്താ അവർ വിചാരിക്കുക, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു തോന്നാനായിട്ടൊക്കെയുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് ചോറിനണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി അന്വേഷിക്കുക തന്നെ വേണം. അതുകൊണ്ട് അതും മനസ്സിൽ വെക്കുക. മാക്സിമം കടകളിൽ കയറാൻ പറ്റുന്നത് പോലെ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ജോലി പാർട്ട് ടൈം ഒക്കെ സെറ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നോക്കുക. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകും. അവിടെ ചെന്നാലും വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റത്തില്ല. എന്നാണേലും ലാസ്റ്റ് ഒരു ഔട്ട്ഡോർ ഞാൻ പറയാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഇതാണ് ചൈന ടൗണിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്നാണ് ചൈന ടൗണിലേക്ക് പോണത്. ഇനി ഞാൻ ഫോൺ എടുത്ത് വെക്കട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഫോണ് കിട്ടൂല. അപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ കയ്യിലുള്ള CV എല്ലാം കൊണ്ട് കൊടുത്തിട്ട് വീട്ടിൽ പോട്ടെ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ പാർട്ട് ടൈം അന്വേഷിക്കാൻ ഇവിടെ കൊണ്ട് തീർന്നു. ഇനി റൂമിൽ പോയി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ എടുത്ത് കഴിച്ചാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവസാനം എത്തിയപ്പോഴത്തേക്കും മടുത്ത് എൻ്റെ എനർജി ഫുള്ള് തീർന്ന്. ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള സെറ്റപ്പാ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബൈ.